ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു പനീർ കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. പനീർ മസാല നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് നമ്മുടെ പനീർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുക, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. എനിവേ, വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പനീർ മസാല ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പനീറാണ്. ഇത് പനീർ ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് 500 ഗ്രാം പനീർ ഉണ്ടാകും. ഒരു 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവാള ചോപ്പ് ചെയ്തതാണിത്. ഇത് 2 തക്കാളി ഞാൻ അരച്ചതാണ്. ഇത് കുറച്ച് തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കസൂരി മേത്തി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 500 ഗ്രാം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണിത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ പനീറിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പനീറിലേക്ക് മസാലകളൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു പാനിൽ നമ്മൾ കുറച്ച് ഓയിൽ ചൂടാക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് പെരിഞ്ജീരക പൊടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവാളയാണിത്. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഏകദേശം സോട്ടായിട്ട് വരുന്നുണ്ട് നമ്മുടെ സവാള. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാളയൊക്കെ ഇപ്പം നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് കുറച്ച് കസൂരി മേത്തിയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള 2 തക്കാളിയുടെ ജ്യൂസാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഏകദേശം സോട്ടായി വരണം, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പിലും താഴെ മതി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒപ്പീനിയൻ എന്നെ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.